കാസർഗോഡ് അമ്പലത്തറയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ തിരോധാനത്തിൽ വിചിത്ര ഉത്തരവുമായി പോലീസ്. കേസ് തെളിയിക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെ പുതിയ അന്വേഷണ സംഘത്തിന്റെയും തലവനാണ്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസിന് വീണ്ടും അന്വേഷണ ചുമതല നൽകി. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇതെന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഒരു തീരുമാനം വരുന്നത്? പെൺകുട്ടിയുടെ തിരോധാനത്തിൽ ആണിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുന്നത്. കേസ് തെളിയിക്കാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെ തിരോധാനത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥനാവുകയാണ്. എന്തുകൊണ്ട്? അനുജ, ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം ലോക്കൽ പോലീസാണ് ഇത് അന്വേഷിച്ചത്. അതിനുശേഷമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത്. 2015-16 സമയത്താണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയ ടി ഉത്തംദാസിനെ ഈ കേസിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടണമെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് ശുപാർശ ചെയ്യുന്നു. ആ ജില്ലാ പോലീസ് മേധാവിയാണ് DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കണം, മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കണമെന്ന DGP ഉത്തരവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസ് തെളിയിക്കാൻ കഴിയില്ല എന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെ പുതിയ അന്വേഷണ സംഘത്തിന്റെയും തലവനായിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസിനാണ് വീണ്ടും അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നേരത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കേസ് വിടണമെന്നായിരുന്നു ശുപാർശ. ഈ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS ആണ്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പഠിക്കട്ടെ എന്നൊരു നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. പുതിയ അന്വേഷണ ടീമിനെ തെരഞ്ഞെടുത്തത് പോലീസ് അസോസിയേഷന്റെ താല്പര്യപ്രകാരമാണെന്നുള്ള വിമർശനം സേനയ്ക്കുള്ളിൽ നിന്നും തന്നെ ഉയർന്നു വരുന്നുണ്ട്. 2012 അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയെ കാണാതായതായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ പെൺകുട്ടി അതിനു മുൻപ് കൂട്ടബലാത്സംഗത്തിനിരയായിരുന്നു എന്നൊരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഈ ബലാത്സംഗ കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമോ പരിശോധനയോ പോലീസ് നടത്തിയില്ല എന്നത് വിമർശനാത്മകമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ DGP ഉത്തരവിട്ടത്. ആ ഉത്തരവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിചിത്രമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അനുജ, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.